ഫ്രണ്ട്സ്, ടെലിപ്രേറ്റ്സ് ചാനലിൻ്റെ മറ്റൊരു ഇൻട്രാഡേ ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിഫ്റ്റി ചെറിയൊരു ഫ്ലാറ്റ് ചെറിയ പോയിൻ്റ് ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് 2 ക്യാൻഡിൽ തന്നെ ഒരു സെല്ലിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,200 അവിടുന്ന് നല്ല സെല്ലിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞിട്ട് ഒരു 25,000 താഴെ കൺസോളിഡേറ്റ് ചെയ്യുക ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 24,800 ആ ഒരു റേഞ്ചാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് ഇപ്പോൾ ഈ സൈഡിലേക്ക് ആ ഒരു റേഞ്ചിലേക്ക് വരുന്ന രീതിക്കാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഈ സൈഡിലേക്കുള്ള പ്രീമിയം എല്ലാം തന്നെ ഇപ്പോൾ നല്ലോണം സ്പൈക്ക് ആയിട്ടുണ്ട്. സെൻസെക്സിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ സി സൈഡ് 50% എല്ലാം റിഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ 81,800 വരെ സെൻസെക്സ് ആണെങ്കിൽ ഒരു 81,500 വരെയൊക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെ വന്നിട്ട് സപ്പോർട്ട് എടുക്കുമോ അല്ലെങ്കിൽ തിരിച്ച് കയറുമോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ഒരു ഇതിൽ ഞാനൊരു 81,500 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാനൊരു കോൾ സൈഡിലേക്ക് ഉള്ളൊരു ട്രേഡ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് പുതുതായിട്ട് കുറച്ച് സെല്ലേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട് താഴേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാനായിട്ട് ഇന്നും നാളെയുള്ള ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഇതാണ്. പക്ഷേ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് താഴെ വന്നതിന് ശേഷം റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരിയും കൂടി നല്ലതെടുക്കും. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ട്രേഡ് അടുക്കി എടുക്കുന്നത്. ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാരുടെയൊക്കെ SL ഇപ്പം ഇതിലും സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ആയതുകൊണ്ട് അതിൻ്റെ താഴെ കുറച്ച് പേരുടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അത് തിരിച്ച് ഇവരുടെ എല്ലാം SL എടുക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ മിക്കവാറും ഇവരുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഇപ്പം വരെ ഒന്ന് റീട്രേസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അപ്സൈഡിലേക്കൊരു ട്രേഡ് എടുക്കാം. ചിലപ്പം തിരിച്ച് നമ്മൾ പോകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് കിട്ടില്ല. ഇപ്പോൾ തന്നെ ഇതങ്ങ് കയറി പോയി. ഇനി ഇപ്പോൾ ഇതിൻ്റെ ഇവിടേക്ക് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് സിംഗിൾ ഷോട്ടിൽ അത്രയും പോയി ഇതാക്കുന്ന ആ ഒരു ട്രേഡ് നമുക്ക് മിസ്സായി. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് പറ്റുന്ന ലെവലിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. അപ്പോൾ ഞാൻ സി സൈഡിലേക്ക് ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം താഴെ നമ്മുടെ ആ ഒരു 81,500 സപ്പോർട്ട് എടുത്ത് 81,900 950 ആ റേഞ്ച് വരെ ഇപ്പം സിംഗിൾ സ്ട്രെച്ചിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കൊരു സ്റ്റോപ്പ് ലോസ് വരാൻ സാധ്യതയുണ്ട്. എന്നാലും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിനെ കണക്കിലെടുത്ത് അവിടം വരെയുള്ള സെല്ല് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് ഒന്നുകൂടെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഈ സൈഡിലേക്കൊരു ട്രേഡ് കിട്ടും എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടം വരെയുള്ള ആൾക്കാരുടേതൊക്കെ അന്ന് സെല്ല് ചെയ്തിരിക്കുന്നവരും അതിൻ്റെ മേളിലുള്ള ആൾക്കാരും ഒക്കെ ഒരു 82,000 മേളിലായിരിക്കും സ്റ്റോപ്പ് ലോസ് ഉള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഒരു ഈ സൈഡിലേക്ക് ഒരു ട്രേഡ് കിട്ടാനും സാധ്യതയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു അപ്സൈഡ് കിട്ടി. പക്ഷേ ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ ഇവിടുന്ന് ഇപ്പോൾ ഒരു 82,500 ആ ഒരു റേഞ്ചിൽ സെല്ല് ചെയ്തിരിക്കുന്നവർ ഇവിടുന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ പ്രശ്നമില്ല. കാരണം അവർക്ക് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ പിന്നെയും പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുന്നാണെങ്കിൽ ആൾക്കാർക്ക് ബൈ ചെയ്യാനും പറ്റിയിട്ടില്ല. പെട്ടെന്ന് കയറി വന്നേക്കുന്നതുകൊണ്ട് ആർക്കും ബൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇപ്പം നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവിടെ ഇപ്പോൾ ഒരു 82,000 മുകളിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ബൈ ചെയ്യും. അങ്ങനെ കൂടുതൽ ആൾക്കാർ ബൈ ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് പോരും എന്നുള്ള രീതിക്കാണ് നമ്മൾ 82,000 അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഈ സൈഡിലേക്ക് ഇത് മേടിച്ച് വെച്ചിരിക്കുന്നത്, ഒരു എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്താൽ താഴേക്ക് പോരും. അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ആൾക്കാർ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് കൂടുതൽ റിവ്യൂവിൽ സെല്ലിങ് ആണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 1,000 അടുത്തേക്ക് 1,000 മുകളിലോട്ടൊക്കെ ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ലോസ് ഒരിച്ചിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഇപ്പം ഈ ഒരു ലെവലിലെത്തുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ ബൈ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ സെൽ അടിക്കാനായിട്ട് താഴേക്ക് വരും. അത് കഴിഞ്ഞിപ്പോൾ തിരിച്ച് റീട്രേസ്മെൻ്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കാണുന്നതനുസരിച്ച് ആൾക്കാർ പിന്നെ ആവറേജ് ചെയ്ത് ഇതൊരു സപ്പോർട്ടാണ് 81,900. അപ്പോൾ അവിടെ നിന്ന് കയറി പോകുമെന്ന് വിചാരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് താഴേക്ക് വരാനാണ് സാധ്യത. കാരണം ഇതിൻ്റെ മേളിൽ നിന്ന് സെല്ല് ചെയ്ത ആൾക്കാർക്ക് ഇത് ശരിക്കും ബുള്ളിഷ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 82,700
700 800-ൻ്റെ 82 ഒരു 500-ൻ്റെ മുകളിലെന്ന് പറയാം. 500-ൻ്റെ മുകളിലാകുമ്പോൾ ഒരു മൊമെൻറ്റം കിട്ടും. ഒരു 800 ഒക്കെ കഴിഞ്ഞാലേ നമുക്ക് നന്നായിട്ടൊരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം പോയിട്ട് 81-500-ൻ്റെ അവിടെയുള്ളൊരു സപ്പോർട്ട് എടുത്തതിന് ശേഷം ചിലപ്പോൾ തിരിച്ച് കയറി പോകാം. അതുവരെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് സൈഡ് വേസ് ആയിരിക്കും. ഇപ്പോൾ താഴത്തെ ഇങ്ങോട്ട് വരണമെന്നില്ല, നടുക്കുമെന്ന് ഇവിടെ ഇങ്ങനെ സൈഡ് വേസ് മൊമെൻറ്റമായിട്ട് നിൽക്കാം. നാളെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രേഡ് എങ്ങനെ വരും എന്ന് നോക്കാം. നമുക്കൊരു ചെറിയ ഒരിത് പറ്റിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രാവശ്യം നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഇത് കിട്ടിയതായിരുന്നു. അപ്പോൾ അത് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലില്ലാഞ്ഞതുകൊണ്ട് ചെറുതായിട്ട് അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇനിയിപ്പം ഈ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഒരു 2000 റുപ്പീയുടെ അടുത്തൊക്കെ ഒരു പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതാക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, ട്രേഡ് എങ്ങനെ വരും നോക്കാം. അപ്പോൾ നമ്മളിന്ന് 2 ട്രേഡ് എടുത്തു. 2 ട്രേഡും പി സൈഡിലേക്കായിരുന്നു. അപ്പോൾ പി സൈഡിലേക്ക് എടുത്ത 2 ലോസിലാണ് ഇതായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു ട്രേഡ് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.